ഇനി തിരുവനന്തപുരത്ത് നിന്നുള്ള ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് കാണാം. ഓരോ ഫ്രെയിമും ഇന്റർനാഷണൽ മൂവി. ആദ്യത്തെ അരമണിക്കൂർ മസ്റ്റ് വാച്ച്. അത്ര അനേക പ്രവർത്തനം പറഞ്ഞ വാക്ക് വിശ്വസിക്കാന്നുള്ളതാണ്. 100%, 100 അല്ല 101% വിശ്വസിക്കാം. അത്ര പെർഫെക്റ്റ് മൂവി, ഗ്യാരണ്ടി. ഒരു രക്ഷയില്ല, പൊളിച്ചടിക്കും, തകർത്തു. ഇത് മലയാള സിനിമയാണെന്ന് പറയൂല, ഹോളിവുഡ് സിനിമയാണെന്ന് പറയും. ഇപ്പൊ ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് കണ്ടപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ ലാലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചമാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് പടം ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും, ഒരു രക്ഷയില്ല, 100%. മലയാള സിനിമയിലെ ആദ്യത്തെ 500 അല്ല ചിലപ്പോൾ 1000 കോടി സിനിമ ഇതായിരുന്നു. സിനിമയിൽ മലയാളം ഇങ്ങനൊരു പടം വന്നിട്ടില്ല. നല്ല പടമാണ്. സെക്കൻഡ് ഹാഫ് അങ്ങനെ അല്ല, സെക്കൻഡ് ഹാഫ് ഇനി ഒരു പാർട്ട് കൂടെ വേണം. ഫസ്റ്റ് ഹാഫ് നല്ല പടം. തിരുവനന്തപുരത്ത് രാഹുൽ ജി നാഥ് ഉണ്ട് വിവരങ്ങളുമായി ന്യൂ തിയേറ്ററിന് മുന്നിൽ നിന്നും. രാഹുൽ, ന്യൂ തിയേറ്ററിൽ എല്ലാവർക്കും എന്താണ് പറയാനുള്ളത്? ഈ രണ്ടാം പകുതിയിലേക്ക് ആവേശത്തോടെ കയറിയിട്ടുണ്ടോ? ന്യൂ തിയേറ്ററിൽ അവർ പറയുന്നത്, ന്യൂ തിയേറ്ററിൽ കാണുന്നത് പുതിയ കാഴ്ചകളാണ്. മലയാള സിനിമ ഇതുവരെ കാണാത്ത അന്താരാഷ്ട്ര തലത്തിലുള്ള കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ ഇതുവരെ ഇരുന്നത്. ഇനി അതിൻ്റെ ബാക്കി പകുതിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പ്രേക്ഷകരെല്ലാവരും ഒരു പരിധിവരെയൊക്കെ പ്രതികരിച്ചത്. എന്തായാലും മോത്തി നേരത്തെ സൂചിപ്പിച്ചൊരു തുടക്കത്തെ പറ്റിയാണ്, നാടകത്തിൻ്റെ തുടക്കത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഈ തിരക്കിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ ബുക്ക് ചെയ്ത് വരുന്നവരാണ് കയറുന്നത്. അത് തന്നെ വലിയ തിരക്കുണ്ടാക്കുന്നുണ്ട്. പല തിയേറ്ററിൽ ഷോ കൂടിയത് കൊണ്ടാണ് പണ്ടത്തെ തള്ളില്ലാത്തത്. ഇവിടെ കാണാം ഒരു ചെറിയ കിളിവാതിലൊക്കെ ആയി പണ്ട് ടിക്കറ്റ് എടുക്കുന്ന ചെറിയ സ്ഥലം. മോത്തി നേരത്തെ സൂചിപ്പിച്ചത് ഒരു തുടക്കത്തെ പറ്റിയാണ്, നാടകം തുടക്കം. ഈ ചെറിയ കിളിവാതിലൂടെ കാത്തു നിന്ന് ടിക്കറ്റ് വാങ്ങിക്കുന്ന ആളുകളുടെ കാഴ്ച, അതിന്ന് ഞാൻ എന്തായാലും മിസ് ചെയ്തു. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്തായാലും ഈ കാഴ്ച മാറി പുതിയ കാഴ്ചയിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത്. കാരണം അന്താരാഷ്ട്ര തലത്തിലേക്ക് മലയാള സിനിമയെ ഉയർത്തുന്ന തരത്തിൽ പൃഥ്വിരാജ് പല അഭിമുഖങ്ങളിൽ പറഞ്ഞതുപോലെ അത്തരം ഫ്രെയിമുകളും അത്തരം ആശയങ്ങളും ഒക്കെ ആയാണ് സിനിമയുള്ളതെന്നാണ് പറയുന്നത്. കാരണം ഈ മാധ്യമങ്ങളെ കാണുന്നിടയ്ക്ക് പൃഥ്വിരാജ് പറഞ്ഞത്, OTT-യുമായി ചർച്ച നടത്തിയപ്പോൾ ചില സീനുകൾ പറഞ്ഞപ്പോൾ, ചില കഥയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതെങ്ങനെ എടുക്കും എന്ന സംശയം OTT-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ചോദിച്ചു. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം പൃഥ്വിരാജ് പുലർത്തിയതാണ്. ആ ആത്മവിശ്വാസം ആളുകളുടെ വാക്കിലൂടെ ആത്മവിശ്വാസം യാഥാർത്ഥ്യമായി എന്നുള്ള കാര്യമാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടു തന്നെ അറിയണം ഈ വിസ്മയം. നമ്മളിപ്പോൾ കേട്ടാണ് അറിയുന്നത്. എന്തായാലും ഏതാണ്ട് 9:30 പൂർണ്ണമായി ഇതിൻ്റെ ഒരു ചിത്രം പ്രേക്ഷകരുടെ മനസ്സിൽ എങ്ങനെയാണ് എമ്പുരാൻ പതിഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ കഴിയും. അപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാതൃഭൂമി ന്യൂസിന്റെ ആരെങ്കിലും ഒക്കെ ഈ കുടുംബത്തിൽ നിന്നും ഉറപ്പായും സിനിമ കാണാൻ, എമ്പുരാൻ കാണാൻ അവിടെ ഉണ്ടാവും. അവരുടെ പ്രതികരണം എടുക്കാൻ ഒരു പ്രത്യേക ശ്രദ്ധ വെച്ചോളൂ രാഹുൽ. ഏതായാലും രാഹുലും രാഗിനുമാണ് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ നമുക്ക് പങ്കുവച്ചത്.